രാജീവ് ഒരു വികസനം എന്നുള്ള വികസനം സ്വന്തം വീടിൻ്റെ മുറ്റത്ത് കിടക്കുന്ന റോഡ് പോലും സ്വന്തം വീടിൻ്റെ MLA ഓഫീസിൻ്റെ മുറ്റത്ത് കിടക്കുന്ന റോഡ് പോലും നന്നാക്കാണ്ട് വികസനമെന്നും പറഞ്ഞ് നടക്കുന്നുണ്ട്. നേരത്തെ അങ്ങനെ അല്ലായിരുന്നു. നേരത്തെ ഇവിടെ ഭയങ്കര ഗതാഗത കുരുക്കായിരുന്നു. ഇപ്പോൾ ഈ സിഗ്നലിലേക്ക് മാറ്റി കാരണം ഇപ്പോൾ ഞങ്ങൾക്കൊരു കുഴപ്പമില്ല, തടസ്സങ്ങളില്ല, വണ്ടി ഗതാഗത കുരുക്കളൊന്നുമില്ല, നമുക്ക് നേരിട്ട് പോവാം, കുഴപ്പമൊന്നുമില്ല, അങ്ങനെ തടസ്സങ്ങളൊന്നും ഞങ്ങൾക്കില്ല. ഇപ്പോൾ വൺ വേ ആക്കി കാരണം ഇപ്പോൾ മറ്റുള്ള ഓട്ടങ്ങളൊക്കെ നമ്മുടെ ഓട്ടം കുറഞ്ഞ് ഉള്ള ഓട്ടോകളൊക്കെ ആ സൈഡ് എല്ലാം പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾക്ക് ഇങ്ങോട്ട് മറ്റുള്ളവർ വിളിക്കാൻ ഇങ്ങോട്ട് വന്നില്ല, സ്റ്റാൻഡിലേക്ക് ആരും വന്നില്ല. റോഡ് ക്രോസ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് വൺ വേ ആയതുകൊണ്ട്. അതാണ് റോഡ് ഇപ്പോൾ കുസാറ്റ് റോഡ് മോശമായി കിടക്കുകയായിരുന്നു. ഇപ്പം ഞങ്ങൾ മന്ത്രിയായിട്ട് എല്ലാവരും സംസാരിച്ചപ്പോഴാണ് അത് അവർ പാച്ച് ചെയ്ത് ഇങ്ങനെ ഇപ്പോൾ നിലവിൽ വന്നിട്ടുണ്ട്. മാറ്റങ്ങൾ നമുക്ക് വികസനം വരും എന്ന് നമുക്ക് മനസ്സിൽ വിചാരിക്കുന്നു. നമ്മുടെ അടുത്ത് കളമശ്ശേരി മെഡിക്കൽ കോളേജൊക്കെ ഉണ്ടല്ലോ, അതുകൊണ്ടൊക്കെ ഒരുപാട് മാറ്റങ്ങളുണ്ടോ ആരോഗ്യപരമായി? അതൊക്കെ മാറ്റം, മെഡിക്കൽ കോളേജൊക്കെ മാറി. ഇപ്പോൾ ക്യാൻസർ രോഗികൾക്ക് ഹോസ്പിറ്റലിലൊക്കെ വന്ന് അങ്ങനെ കാര്യങ്ങളൊക്കെ വന്നാറിപ്പം ചെറിയ മെഡിക്കൽ കോളേജിലൊക്കെ മാറ്റമൊക്കെ വന്നപ്പോൾ. സാധാരണ നമ്മൾ ഈ സർക്കാർ ആശുപത്രിയെ പറ്റി എപ്പോഴും പരാതികളുള്ളൊരു കാലഘട്ടമാണല്ലോ. അപ്പോൾ നമ്മുടെ കളമശ്ശേരി മെഡിക്കൽ കോളേജ് അങ്ങനെ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടോ ഡോക്ടർമാരുടെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ നേഴ്സുമാരുടെ ഭാഗത്തുനിന്നോ രോഗികൾക്കുള്ള? എന്നെ അപേക്ഷിച്ച് രോഗികളുടെ ഭാഗത്ത് ഇപ്പോൾ ഇതൊരു കുഴപ്പമില്ല, മാറ്റമില്ല, കുഴപ്പമില്ല. ഡോക്ടർമാരുടെ സൗകര്യമൊക്കെ ഉണ്ട്. ഇപ്പോൾ ഞാൻ ഓട്ടോറിക്ഷയിൽ എൻ്റെ ഇവിടെ നിന്ന് കുസാറ്റിലെ പിള്ളേർ വണ്ടി വിളിക്കുമ്പോൾ പാടില്ലാണ്ട് വരുമ്പോൾ ഞാൻ കൊണ്ടുവന്നാക്കും. അപ്പോൾ ഒരു കുഴപ്പമില്ല, എൻ്റെ അപേക്ഷിച്ച് അങ്ങനെ കുഴപ്പമില്ല എന്ന് എനിക്ക് തോന്നുന്നു. ആശുപത്രി മാറ്റ നിലവാരത്തിൽ തന്നെയാണ് പോകുന്നത്. വേറെ പൊതുവായിട്ട് വേറെ എന്തെങ്കിലും ആവശ്യങ്ങൾ പ്രയാസങ്ങളുണ്ടോ നമ്മുടെ മണ്ഡലത്തിൽ ഇനി മാറേണ്ടത് അല്ലെങ്കിൽ വരേണ്ടതായിട്ട്? നമ്മുടെ റോഡ് വികസനം, റോഡിങ്ങനെ പൊളിഞ്ഞെടുക്കണം. അത് ജോയിൻ്റ് ചെയ്തിട്ട് കാര്യമില്ല. കുസാറ്റ് റോഡൊക്കെ നന്നായി കഴിഞ്ഞാൽ നമ്മുടെ മൊത്തം റോഡ് വികസനം വരും എന്ന് തോന്നണം, എൻ്റെ മനസ്സിലങ്ങനെ വിചാരിക്കും. കുസാറ്റ് റോഡാണ് എപ്പോഴും കംപ്ലൈൻ്റ് കിടക്കണം. അത് ശരിയാകും. ഒന്ന് അമിതമായ വാഹനങ്ങൾ, ഭാരവണ്ടി, അമിതമായ വണ്ടികളൊക്കെ വന്ന് ചെയ്യുമ്പോൾ അതിൻ്റെ ഇതൊക്കെ വെള്ളം കൊണ്ടും എല്ലാം കൊണ്ടും റോഡ് അങ്ങനെ പോകണം. മാറ്റം പ്രതീക്ഷിക്കും. ഇവിടെ ബ്രാങ്കുഞ്ഞിരുന്ന ആ വികസനം ഇവിടെ ഉണ്ടായിട്ടില്ല. ബ്രാങ്കുഞ്ഞി ഇവിടെ പല പരിപാടികളും, പല റോഡുകളും, പല പാലങ്ങളും ഇവിടെ നമ്മുടെ ഈ എറണാകുളം ജില്ലയിൽ തന്നെ പല പാലങ്ങളും പണിതിട്ടുണ്ട് ബ്രാങ്കുഞ്ഞി. അതേ വികസനം തന്നെ ഇവിടുത്തെ രാജീവ് മന്ത്രിയായിരുന്നിട്ട് ഒരു വികസനം എന്നുള്ള വികസനം സ്വന്തം വീടിൻ്റെ മുറ്റത്ത് കിടക്കുന്ന റോഡ് പോലും സ്വന്തം വീടിൻ്റെ MLA ഓഫീസിൻ്റെ മുറ്റത്ത് കിടക്കുന്ന റോഡ് പോലും നന്നാക്കാണ്ട് വികസനമെന്നും പറഞ്ഞ് നടക്കുന്നുണ്ട്. എന്താണ് വികസിക്കുന്നത്? ഒരു വികസനവും ഇവിടെ രാജീവ് നടത്തിയിട്ടില്ല. ഈ മണ്ഡലത്തിൽ വേണ്ട, ഈ കളമശ്ശേരി വീട്ടിൽ തന്നെ നടക്കുന്ന സംഭവമല്ല. സ്വന്തം വീടിന് മുമ്പിലുള്ള റോഡ് പോലും നന്നാക്കാത്താണ് വികസനം വന്നത്. ഇവിടെ ഒന്നും നടക്കുന്നില്ല. വികസനം എന്ന് പറഞ്ഞാൽ മണ്ഡലത്തിൽ ഒന്നും നടത്തിയിട്ടില്ല. കളമശ്ശേരി മണ്ഡലത്തിൽ ഒന്നും നടത്തിയിട്ടില്ല. അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ ഫ്രണ്ടിലുള്ള റോഡ് മാത്രമാണ് മൊത്തത്തിൽ ഇതിൻ്റെ വീടിൻ്റെ മുമ്പിലുള്ള റോഡാണല്ലോ മെയിനായിട്ട്. കുസാറ്റ് ജനങ്ങൾ ഞങ്ങളെ പാപ്പട തൊഴിലാളി ഓടിക്കുന്ന ഓട്ടോ തൊഴിലാളികൾ, പിന്നെ നിത്യം പോണ വിദ്യാർത്ഥികൾ, അവർ രാവിലെ വണ്ടി അവിടെ കൈകാട്ടിക്കൊണ്ടിരിക്കുകയാണ്. വണ്ടി ആരും ഓടണില്ല. എന്നുവെച്ചാൽ റോഡ് കൊള്ളില്ല. മെയിനായിട്ട് റോഡിൻ്റെ പ്രശ്നമാണ്. ഈ ഡെയിലി എത്ര പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും പോകണമെന്ന് അറിയും. ഡെയിലി മന്ത്രി പോണ റോഡാണ്, ഡെയിലി മന്ത്രി കാണുന്ന റോഡാണ്. ആ റോഡ് നന്നാക്കുന്നില്ല. ഗതാഗത പരിഷ്കാരം കുഴപ്പമില്ല, അതിൽ വിജയമായിട്ട് വന്നിട്ടുണ്ട്. അതിനകത്ത് നല്ല അഭിപ്രായമാണ്. റോഡിൻ്റെ ഗതാഗത സംസ്ഥാനമാണെങ്കിൽ നല്ല ഒരു അഭിപ്രായമാണ്. അതാണ് ചെയ്ത ഏറ്റവും നല്ലൊരു പുണ്യം എൻ്റെ കാഴ്ചപ്പാടിൽ. പറയുന്നത് ഒരു വിജയം പറയുമ്പോൾ എല്ലാം പറയണമല്ലോ, അല്ലാണ്ട് ഒരു കാര്യം. എൻ്റെ കാഴ്ചപ്പാടിൽ റോഡിൻ്റെയാണ് മെയിനായിട്ട്. ഞങ്ങൾ ഡെയിലി പോയിക്കൊണ്ടിരിക്കുന്ന റോഡാണ്. എത്ര വർഷമായി എന്നറിയോ? എത്ര കുസാറ്റ് റോഡ് എത്ര വർഷം? 1-2 വർഷമല്ല. സംസ്ഥാന സർക്കാരിൻ്റെയാണോ മുനിസിപ്പാലിറ്റിയുടെയാണോ? കുസാറ്റിൻ്റെ ഒരു മന്ത്രി വിചാരിച്ച് നടക്കാവുന്ന കേസാണ്.
ഒരു മന്ത്രി വിചാരിച്ച കേരള ഗവൺമെൻറ് ആണല്ലോ, ഒരു മന്ത്രി വിചാരിച്ച നടക്കുന്ന കേസാണ്. അത് അല്ലാത്ത റോഡുകൾ നന്നാക്കണ്ട്. അല്ലാത്ത റോഡ് നമ്മുടെ ഏതാടാ റോഡ്, ആ റോക്കഡ് റോഡ് ഒരു കുഴപ്പമില്ലാന്ന റോഡ് 52 ലക്ഷം രൂപ പാസ്സാക്കി. അത് വീണ്ടും ഒന്നും ചെയ്തിട്ടുണ്ട്. ഈ റോഡിനെ പറ്റി ഒരു ചെയ്യും. ആരെങ്കിലും വരുമ്പോൾ മുഖ്യമന്ത്രി അല്ലെങ്കിൽ ഗവർണർ വരുമ്പോൾ ഇവിടെ കുറച്ച് സിമെൻറ്റും കൊണ്ടുപോയി ആ കുഴിയല്ല, കിണറാണ്. ആ കിണറൊന്നും കൂടും. ഈ റോഡ് ഇഷ്യൂ അല്ലാണ്ട് വേറെ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ നിലവിൽ കളമശ്ശേരി വികസനം എന്ന് പറയുന്നത് ഇവിടെ ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ള. എന്താണ് വികസിച്ചേക്കുന്നത്? വികസനം എന്ന് പറയുന്നുണ്ട്, പക്ഷെ വികസനമില്ല.